കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷെ കളയാൻ തോന്നണം. നമ്മുടെ ഇവിടെ ഉണ്ടായതല്ലേ, ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടായി കാണിച്ചല്ലേ. വേണമെങ്കിൽ നോക്കിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം സൂപ്പർ ടേസ്റ്റ് ആണ്. ഒട്ടും വൈകിപ്പിക്കാനുള്ള വേഗം തുടങ്ങാൻ ചെറിയ പീസ് ചേനെടുത്ത് അതിന് ഇതുപോലെ ക്യൂബ്സ് ആക്കി കഴുകി കിട്ടും. അപ്പോഴേക്കും ഞാൻ വേറൊരു കാര്യം കാണിച്ചാൽ ഈ ചേന നമ്മുടെ വളർത്തിയിട്ട് പറിച്ചതായിട്ട് അത് തന്നെ ഞാൻ കളയാണ്ട് ഉണ്ടാക്കണേ. ചെറിയ പീസ് ഞാൻ എല്ലാ പ്രാവശ്യം ഉപേക്ഷിക്കാറാത്ത പതിവ്. അപ്പൊ ഇപ്രാവശ്യം കളയാനുള്ള അതേ കറി വെക്കാൻ പോകും. അപ്പൊ അതിനെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ പറ്റും. ആ നേരം കൊണ്ട് നമുക്ക് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ ഇത്തിരി അണ്ടിപ്പരിപ്പ്, കുറച്ച് ചുള്ളൂട്ട് അതൊക്കെ കൂട്ടി ഇത്തിരി തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോകാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേന ശരിക്കും വെന്തുണ്ടാവും. ചേന ഉണ്ടല്ലോ ഉപ്പേരി വെച്ച നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ എന്റെ വീട്ടിൽ അത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കെട്ടിയോൻ അപ്പൊ പറയും, ദൈവം ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് ചേനയും ചെയ്യുമ്പോഴാണല്ലോ പുഴിഞ്ഞോ ചേങ്ങനെയെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. അത് കാരണമാണ് ഞാൻ ഉണ്ടാക്കാത്തത്. എന്നാൽ പിന്നെ മപ്പാസ് ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സംഭവങ്ങളിൽ തക്കാളി ഒഴിക്കുക, ബാക്കി എല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഈ 3 ഐറ്റം മാത്രം ഇട്ടൊന്ന് വെക്കുക. അതിന്റെ പച്ചമണം മാറി കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇടാട്ടോ. തക്കാളി ഇങ്ങനെ ഉടയാൻ പാകത്തിന് നമ്മൾ വെക്കേണ്ട, വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു ഇച്ചിരി നേരം ഒന്ന് ആവി കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാട്ടോ. സത്യം പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കണ്ട. അപ്പൊ സംഭവം ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാട്ടോ ഞാൻ ഇത് എടുക്കുന്നത്. ഇത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ നല്ല രസം കാണാനും നല്ല രസം ടേസ്റ്റ് ഉണ്ട്. ആദ്യം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ചെറിയ ഉപ്പ് കുറവായിരുന്നു. അത് എനിക്ക് എന്തോ പോലെ തോന്നി. അതായത് ഉപ്പിട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇത്തിരി ചെറുള്ളിയും കരിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇത്തിരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആട്ടോ ഞാൻ ഇടുന്നത്. അത് തളിച്ച് അതിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ സൂപ്പർ, കാണാനും സൂപ്പർ, കഴിക്കാനും അടിപൊളി ആട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.